അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന പോലെ ഇനി അടുക്കളയ്ക്ക് വിട്ടിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് നിൽക്കാൻ പോവുകയാണ്. ഞങ്ങൾ കോളേജ് മേറ്റ്സ് എല്ലാവരും കൂടി ഒന്ന് കൂടാൻ തീരുമാനിച്ച ദിവസമാണ് കേട്ടോ. ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഈ സമയമാകുമ്പോഴാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര തമാശയും ഒച്ചപ്പാടും ചിരിയും ബഹളവും ഒക്കെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ ഈ പട്ടിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടിയായി. പക്ഷെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ലുക്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഗൗരവവും. ഭയങ്കര പാവാണ് കേട്ടോ. കൂട്ടത്തിൽ ഈ വീഡിയോ യൂട്യൂബിലിടുന്ന പരിപാടിയൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവർ എപ്പോഴും എന്നെ കളിയാക്കലാണ്. പിന്നെ നമ്മുടെ ശ്രുതിയുടെയും രാഹുലിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് 1 മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് അതിന് ശേഷം കൂടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായി. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ആൽബം എടുത്ത് തരും. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ ഫുഡ് കഴിച്ചു. സ്പെഷ്യലായിട്ട് അവർ അറേഞ്ച് ചെയ്തത് പൊറോട്ടയും ചില്ലി ചിക്കനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചില്ലി ചിക്കൻ ഇച്ചിരി ഉപ്പ് കൂടിയതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ ഇരുന്ന് അതിൻ്റെ ഇടയിലും കുറേ കഥ പറച്ചിലും വർത്തമാനം പറയലും മുന്നത്തെ കാര്യങ്ങൾ പറയൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുറച്ച് നേരം കൂടി വർത്തനമൊക്കെ പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിയിട്ട് എല്ലാവരും. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന സീനാണ് കേട്ടോ ഇത്. ഇവരെന്തൊക്കെയോ വർത്തനമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. പക്ഷെ ഞാൻ നോക്കിയതുണ്ടല്ലോ അപ്പുറത്തെ പറമ്പിലുള്ള 2 കപ്പങ്ങയാണ്. അപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും അത് പറിച്ച് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ തന്നെ പറമ്പാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ആരോട് ചോദിക്കേണ്ട. അപ്പോൾ അതേ കാട് പിടിച്ച ആ പ്രദേശത്തോടെ പോവുകയാണ്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് അവൻ ചോദിക്കുകയാണ്. കുറേ അവിടെ നിൽപ്പുണ്ട്. എല്ലാം ഒരുപാട് അത്ര ഇതില്ല, പക്ഷേ ഫലപുഷ്ടിയില്ല. അവൻ കറക്റ്റായിട്ട് ക്യാച്ച് പിടിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് പറിച്ചു. വീട്ടില് വന്നണ്ട ഇത്ര നേരം കൂടി ഉണ്ടായാലും പിരിയുന്ന നേരം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുവാണ്. അടുത്തൊരു ദിവസം ഇതുപോലെ കൂടാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.